ഇവിടുന്ന് പോണ്ടിച്ചേരി ടൗണിലേക്കേ പോകാൻ തോന്നുന്നില്ല. ശരിക്കും പോണ്ടിച്ചേരി അല്ല കാണേണ്ടത്, ഔറോവില്ലാണ് കാണേണ്ടത്. ഔറോവിലയിൽ നിന്ന് നമ്മൾ എന്ത് സാധനം വാങ്ങിയാലും അല്ലെങ്കിൽ എന്ത് ഫുഡ് കഴിച്ചാലും അതിൻ്റെയൊക്കെ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ ഗൂഗിൾ പേയിൽ നമുക്ക് ഇങ്ങനൊരു പേരാണ് കാണാൻ പറ്റുക, ഔറോവിലെ മെയിൻ്റനൻസ്. ഈ ഒരു ലോകത്ത് കണ്ട മറ്റൊരു പ്രത്യേകതയാണ്, ഇവിടെ ആർക്കും സ്വന്തമായിട്ടൊന്നുമില്ല. എല്ലാവരോടും ഇൻവെസ്റ്റ് ചെയ്യുന്നതും അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു പ്രോപ്പർട്ടി ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും അതിൻ്റെയൊക്കെ ഒരു പങ്ക് ഔറോവിലെ മെയിൻ്റനൻസിലേക്കാണ് പോകുന്നത്. അതുപോലെ ഇവിടെ ഏത് ജോലി ചെയ്തവർക്കും എല്ലാ ജോലിക്കും ഒരേ വാല്യൂ ആണ്, ഒരേ സാലറിയാണ്. ഔറോവിലെ ചുറ്റിയടിച്ച് ഞങ്ങളുടെ ആനിവേഴ്സറി കേക്ക് വാങ്ങാനായിട്ട് ഔറോവിലെ ബേക്സിലേക്കാണല്ലോ പോയത്. ചെറിയ ചിലവിൽ മറ്റ് കെമിക്കലോ കാര്യങ്ങളൊന്നും ഇല്ലാതെ നല്ല പ്രകൃതിദത്തമായ ഐറ്റംസ് കൊണ്ട് ഇവർ നിർമ്മിക്കുന്ന കേക്കുകളും പാസ്ട്രീസും പിസയും ഒക്കെ അടിപൊളിയാണ് കേട്ടോ. നമ്മളെന്തായാലും രണ്ട് കേക്ക് പറഞ്ഞു. ഒരു അടിപൊളി ആംബിയൻസ് ആണ് ഈ ഒരു കഫേക്ക് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഓൾറെഡി ഔറോവിലെ നല്ലൊരു ആംബിയൻ്റ് ആയിട്ടുള്ള സ്ഥലമാണ്. അതിൻ്റെ നടുക്ക് ഈ ഒരു കഫേയിൽ ഇരുന്നിട്ട് ഈ ഒരു കേക്ക് കഴിക്കുമ്പോൾ നല്ലൊരു ഫീലായിരുന്നു. ഞങ്ങളുടെ ആനിവേഴ്സറി കേക്ക് കട്ട് ചെയ്ത് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തിട്ട് ആ ഒരു ആനിവേഴ്സറി അങ്ങനെ ആഘോഷിക്കാനുണ്ടായത്. ഒരു ഫ്രഞ്ച് സ്റ്റൈലിലാണ് കേട്ടോ ഈ ഒരു കഫേ ഒരു സെറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പാത്രങ്ങൾ വാഷ് ഏരിയയിൽ നമ്മൾ തന്നെ കൊണ്ടുവെക്കുന്ന ഒരു സിസ്റ്റമാണ് അവർ ഡെവലപ്പ് ചെയ്തത്. വ്യത്യസ്തമാണല്ലേ?